ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സിലെ ചാപ്റ്റർ 1 പാർട്ട് 2 വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇക്കണോമിക്സും എക്കണോമിക് ആക്ടിവിറ്റീസും 3 കമ്പോണൻസ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി, എക്കണോമിക് പ്രോബ്ലം, ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ്, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് എല്ലാം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ദിസ് ഇസ് സെക്കൻഡ് പാർട്ട് വീഡിയോ of statistics or economics. So first topic statistics in economics ആണ്. What is statistics in economics? Why we are studying statistics in economics? കാരണം without statistics we can't analyze economics properly. That is why we are studying statistics in economics. ഈ ടോപ്പിക്കിൽ രണ്ട് ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. One is economic data. What is economic data? That is an important question. The other question is economic. What is economic policies? Economic policies. ഈ രണ്ട് ക്വസ്റ്റ്യനാണ് നമുക്ക് ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ഇക്കണോമിക് ഡാറ്റ? എന്താണ് ഇക്കണോമിക് ഡാറ്റ? ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോസ് ഇൻ ഇക്കണോമിക്സിൽ നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ അതിൻ്റെ ഇക്കണോമിക് ഫാക്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇക്കണോമിക്സിൽ എന്താ ചെയ്യുക? നമ്മൾ ഡിഫറെൻറ്റ് ഇയേഴ്സിലത്തെ ഡാറ്റ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. 2016, 2015, 2016, 2017. ഇൻ ദിസ് വേ വി ഹാവ് ടു ഫൈൻഡ് ദി ഇക്കണോമിക് ഡാറ്റ ഓഫ് നാഷണൽ ഇൻകം ഓഫ് ഡിഫറെൻറ്റ് ഇയേഴ്സ്. ദെൻ ഓൺലി വി ക്യാൻ അനലൈസ് ദി പ്രോബ്ലം. എന്തിനാണ് നമ്മളൊരു പ്രോബ്ലത്തിന് അനലൈസ് ചെയ്യുന്നത്? ഈ ഇക്കണോമിക് പ്രോബ്ലത്തിന് ഈ അനലൈസ് ചെയ്താൽ മാത്രമേ വാട്ട് ആർ ദി ബേസിക് പ്രോബ്ലം ഓഫ് ദി ഇക്കോണമി എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റൂ. ഈ ഇക്കണോമിക് ഫാക്ട്സ് ആണ് നമ്മളിവിടെ നമ്മൾ കളക്ട് ചെയ്തത്. സോ ഈ ഇക്കണോമിക് ഫാക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്കണോമിക് ഡാറ്റ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഇക്കണോമിക് ഡാറ്റ? ടു അണ്ടർസ്റ്റാൻഡ് ദി ബേസിക് പ്രോബ്ലം ഓഫ് ദി ഇക്കോണമി വി ഹാവ് ടു ഗെറ്റ് ദി ഇക്കണോമിc facts, and these economic facts are known as economic data. Economic factsനെയാണ് നമ്മൾ ഇക്കണോമിക് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 1 വേർഡ് അല്ലെങ്കിൽ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ഒരു ടോപ്പിക് നമുക്കിതിൽ കവർ ചെയ്യാനുള്ളതാണ് ഇക്കണോമിക് പോളിസീസ്. വാട്ട് ഈസ് ഇക്കണോമിക് പോളിസീസ്? ഫോർ ഇക്കണോമിക് ടു സ്റ്റഡി ദി ഇക്കണോമിക് പോളിസി, സപ്പോസ് നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളാണ് അധികം നടക്കുന്നത്, അല്ലേ? ഓൺലൈൻ ക്ലാസ്സാണ് ചെയ്യുന്നത്. ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നത് കുട്ടികൾ? ഒന്ന്, നമുക്ക് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ പല പ്രശ്നങ്ങളുണ്ടായേക്കാം. ഇക്കണോമിക് പോളിസീസ്, അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ ഒരു പ്രോബ്ലം ഉണ്ടായേക്കാം. മറ്റൊരു പ്രോബ്ലം ആയിരിക്കാം അവരുടെ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡിവൈസിൽ നോക്കിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഐ സ്വിച്ചിങ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. വേറൊരു പ്രോബ്ലമാണ് പ്രോപ്പറായിട്ട് ഡിവൈസസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കാം. സോ ഡിഫറെൻറ്റ് പ്രോബ്ലം ദി സ്റ്റുഡൻസ് ആർ ഫേസിങ്, അല്ലേ? പലതരത്തിലുള്ള പ്രോബ്ലംസ് കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ പ്രോബ്ലംസ് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു കളക്ട് ദി ഡാറ്റ ദാറ്റ് ദി സ്റ്റുഡൻസ് ആർ ഫേസിങ് നൗ എ ഡേയ്സ്. നമ്മളൊരു കളക്ഷൻ നടത്തണം അവിടെ. ഈ കളക്ഷൻ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? കളക്ഷൻ ഓഫ് ഡാറ്റ ടു അനലൈസ് ദി. ഇൻ ഇക്കണോമിക്സിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഡാറ്റ കളക്ട് ചെയ്യും? നമ്മൾ നോർമലി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇക്കണോമിക്സിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദി ടൈം വി ആർ കളക്ടിങ് ദി പോവർട്ടി, to know the poverty level of the economy, or otherwise the backward technology. Why the economy is always using the backward technology? So ഈ പ്രോബ്ലത്തിനെ കുറിച്ച് അറിയാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഈ ഡാറ്റ കളക്ട് ചെയ്താൽ നമുക്ക് എന്തറിയാൻ പറ്റൂ? എന്താണ് ഒരു ഇക്കോണമിയുടെ പ്രോബ്ലം? വാട്ട് ഈസ് ദി ഇക്കണോമിക് പ്രോബ്ലം എന്ന് നമുക്ക് അറിയണമെങ്കിൽ ഈ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യണം. സോ ഓൺ ദി ബേസിസ് ഓഫ് ദിസ് we can analyze the problems. നമ്മൾ അതിൻ്റെ ബേസിൽ പ്രോബ്ലംസ് അനലൈസ് ചെയ്യണം. then only we can find out the measures, right? നമുക്കിത് അനലൈസ് ചെയ്താൽ മാത്രമേ എന്ത് മെഷേഴ്സ് എടുത്താലാണ് നമുക്ക് ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കാം. സോ വാട്ട് ഈസ് ഇക്കണോമിക് പോളിസീസ് എന്ന് ചോദിച്ചാൽ ഈ മെഷേഴ്സിനെ, ഈ സച്ച് മെഷേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിസീസ് എന്ന് പറയുന്നത്. എന്ത് മെഷറാണോ നമ്മൾ
ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, ടു സോൾവ് എ പ്രോബ്ലം, അതിനെയാണ് നമ്മൾ ഇക്കണോമിക് പോളിസീസ് എന്ന് പറയുന്നത്. സോ ദി കളക്ഷൻ ഓഫ് ദി ഡാറ്റ എബൌട്ട് ദി ഇക്കണോമിക് പ്രോബ്ലം ഹെൽപ്സ് us to analyze these problems. This analysis helps us to find out the measures, and these measures are known as economic policies. സോ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക്, രണ്ട് കോൺസെപ്റ്റ്സ് ആണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഒന്ന് ഇക്കണോമിക് ഡാറ്റ, മറ്റൊന്ന് ഇക്കണോമിക് പോളിസീസ്. ഈ രണ്ട് കോൺസെപ്റ്റും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ദി നെക്സ്റ്റ് ടോപ്പിക് ഇസ് വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്? വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്? ഓക്കെ, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? വൈ വി ആർ സ്റ്റഡിങ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്? ബിക്കോസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദി ഇന്നെവിറ്റബിൾ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ ഒരു ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഒരു ബ്രാഞ്ചാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു പ്രോബ്ലം ആണെങ്കിൽ തന്നെ ആ പ്രോബ്ലത്തിന് അതിൻ്റെ എന്തൊക്കെയാണ് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ കളക്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓൺലൈൻ ക്ലാസ്സസിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യാം? നെക്സ്റ്റ് വി ഹാവ് ടു analyze the problem. Then we have to interpretation. Then last we are presenting. Why we are presenting? Presenting the data to find out some measures. So what is statistics എന്ന് ചോദിച്ചാൽ, statistics deals with the collection, analysis, interpretation and presentation of numerical data. ആ ടേം ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂമറിക്കൽ ഡാറ്റ എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. അപ്പോൾ വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതാണ് പറയുന്നത്. കളക്ഷൻ, അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഈ ഡാറ്റ കളക്ട് ചെയ്തത്, അതാണ് നമ്മൾ ഇൻ്റർപ്രിട്ടേഷനിൽ പറയുന്നത്. പ്രസൻറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? അതിനെക്കുറിച്ച്, ആ പ്രോബ്ലത്തിനെ കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. സോ ദിസ് ഇസ് സ്റ്റാറ്റിസ്റ്റിക്സ്. നോ സെക്കൻഡ്, ദി നെക്സ്റ്റ് ടോപ്പിക് ഇസ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. നമുക്ക് ഇക്കണോമിക്സിൽ, സ്റ്റാറ്റിസ്റ്റിക്സിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുണ്ട്, ക്വാളിറ്റേറ്റീവ് ഡാറ്റയുണ്ട്. Economics most of the time we are considering the quantitative data. Qualitative data also we are using, അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദിസ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ? The data which can be measured. If the data can be measured, that is quantitative data. If the data cannot be measured, ഇപ്പോൾ നമ്മൾ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു, സ്കിൽഡ് പീപ്പിൾ ആൻഡ് അൺസ്കിൽഡ് പീപ്പിളിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റില്ല. സോ കനോട്ട് ബി മെഷേർഡ്. സോ ദാറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. അങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുണ്ട്, ക്വാളിറ്റേറ്റീവ് ഡാറ്റയും ഇക്കണോമിക്സിൽ ഉണ്ട്. നെക്സ്റ്റ്, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഡിഫൈൻഡ് ഇൻ സിംഗുലർ സെൻസ് ആൻഡ് പ്ലൂറൽ സെൻസ്. We have to study both separately. What is singular sense it meant and what is plural sense it meant. First നമ്മൾ നോക്കാണ് statistics in plural sense. Statistics in plural sense. പ്ലൂറൽ നൗൺ എന്നാണ് അതിൽ പറയുന്നത്. പ്ലൂറൽ നൗൺ ആൻഡ് സിംഗുലർ നൗൺ. എന്താണ് പ്ലൂറൽ നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്ലൂറൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇംഗ്ലീഷിൽ നമ്മൾ പ്ലൂറൽ എന്ന് പറഞ്ഞാൽ സിംഗുലർ അല്ലാത്തത് എല്ലാം പ്ലൂറലാണ്. ഒന്നിൽ കൂടുതലുള്ളതിനെയാണ് നമ്മൾ പ്ലൂറൽ എന്ന് പറയുന്നത്. സോ അതുപോലെ അതായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഓർക്കണം, അപ്പോഴേ നമുക്ക് തെറ്റാതിരിക്കുള്ളൂ. വാട്ട് ഈസ് പ്ലൂറൽ നൗൺ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് റെഫേഴ്സ് ടു ഇൻഫോർമേഷൻ ഇൻ ടേംസ് ഓഫ് numbers or numerical data such as population statistics and employment statistics etc. അതായത്
ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പ്ലൂറലായിട്ട് നമുക്ക് കളക്ട് ചെയ്യണമെങ്കിൽ ന്യൂമറൽസ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. നമ്പേഴ്സ് ഓർ ന്യൂമറിക്കൽസ് ഡാറ്റ ഇത് കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലൂറൽ നൗൺ എന്ന് പറയുന്നത്. സോ അതിൻ്റെ എക്സാമ്പിളാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ ഡിഫറെൻറ്റ് ഇയേഴ്സിലത്തെ പോപ്പുലേഷൻ നമുക്ക് അതിൻ്റെ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യണം. 2016, 2017, 2018 ഇങ്ങനെ പോപ്പുലേഷൻ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യും. അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ലെവലിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കളക്ട് ചെയ്യാം. സോ അതൊരു ന്യൂമറിക്കൽ ഡാറ്റയാണ്. ഈ ന്യൂമറിക്കൽ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലൂറൽ സെൻസിൽ അല്ലെങ്കിൽ പ്ലൂറൽ നൗണിൽ നമ്മൾ റെഫർ ചെയ്യാമെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ പ്ലൂറൽ നൗൺ? Plural sense, statistics refers to information in terms of numbers or numerical data. ഈ ടേം ഇമ്പോർട്ടൻ്റ് ആണ്, ന്യൂമറിക്കൽ ഡാറ്റ. അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ പ്ലൂറൽ നൗൺ എന്ന് പറയുന്നത്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലർ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗുലർ നൗൺ എന്താണ്? സിംഗുലർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒന്ന് അല്ലേ, ഒന്ന്. അപ്പോൾ നമ്മൾ ഈ കളക്ട് ചെയ്ത ഡാറ്റേനെ, അതായത് നമ്മൾ കുറേ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഏതെങ്കിലും മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെഫർ ചെയ്യുന്നത്. സോ സിംഗുലർ സെൻസ് എന്ന് വെച്ചാൽ റെഫേഴ്സ് ടു ദി മെത്തേഡ്സ്. ഈ മെത്തേഡ്സ് എന്നുള്ള വേർഡാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. മെത്തേഡ്സ് ഓഫ് കളക്ഷൻ. ഏത് മെത്തേഡിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്? അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. ഇതൊക്കെ പല മെത്തേഡ്സ് ആണ്. സോ ദിസ് മെത്തേഡ് ഓഫ് കളക്ഷൻ, പ്രസൻറ്റേഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. സോ മെത്തേഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മെത്തേഡ് ഓഫ് കളക്ഷൻ, ദെൻ പ്രസൻറ്റേഷൻ, ദെൻ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. ഓക്കെ, ന്യൂമറിക്കൽ ഡാറ്റയാണ് നമ്മൾ ചെയ്യുന്നത്, ന്യൂമറിക്കൽ ഡാറ്റ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലൂറൽ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സും സിംഗുലർ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സും. അടുത്തതായിട്ട് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ഏതിൻ്റെ? പ്ലൂറൽ സെൻസ്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് പ്ലൂറൽ സെൻസിൻ്റെ ആയിരുന്നു. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ പ്ലൂറൽ സെൻസ്. Statistics in plural sense. Characteristics of statistics in plural sense. Okay, the first characteristics are aggregate of facts. എന്ന് വെച്ചാൽ ഒരു സിംഗിൾ നമ്പർ ഒരിക്കലും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. സിംഗിൾ നമ്പർ ഈസ് നോട്ട് അറ്റ് ഓൾ സ്റ്റാറ്റിസ്റ്റിക്സ്. സപ്പോസ് നമ്മൾ പറയാമെന്ന് വിചാരിച്ചു, ഒരു കോളേജിൽ 1000 സ്റ്റുഡൻസ് ഉണ്ട്. ഇന്ന കോളേജിൽ, എനിക്കറിയുന്ന ഒരു കോളേജിൽ 1000 സ്റ്റുഡൻസ് ആണ് ടോട്ടൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് എ സ്റ്റാറ്റിസ്റ്റിക്സ്. 1000 സ്റ്റുഡൻസ് ആണ് ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ എ കോളേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി നമ്മൾ പറയുകയാണ് ദർ ആർ 300 students in art and in science there are 400 students, and in commerce again 300 students. ഇങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം എന്ത്? ദിസ് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്സ് because we can compare this numbers, this numerical data. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഏറ്റവും മസ്റ്റായിട്ടുള്ളൊരു കാര്യം we have to compare and conclusion can be drawn. So here നമുക്ക് കമ്പയർ ചെയ്യാം. ഓരോ ആർട്സിൽ എത്ര കുട്ടികളുണ്ട്, സയൻസിൽ എത്ര കുട്ടികളുണ്ട്, കോമേഴ്സിൽ എത്ര പേരുണ്ട്, നമുക്കത് കമ്പയർ ചെയ്യാം. ദെൻ നമുക്കൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരാം. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ആഗ്രിഗേറ്റ് ഓഫ് ഫാക്ട്സ്. ദി സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അത് ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ് ആയിരിക്കണം. ഒരു നമ്പർ അതിന് പറയാൻ സാധിക്കണം. അല്ലാതെ അത് നല്ലതാണ് അല്ലെങ്കിൽ ആവറേജ് ആണ് അങ്ങനെ പറഞ്ഞാൽ അതൊരിക്കലും സ്റ്റാറ്റിസ്റ്റിക്സ് ആവുന്നില്ല.
അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ പ്ലൂറൽ സെൻസ് ആവുന്നില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് ഓൾവേസ്. സോ ദാറ്റ് ഈസ് എ സെക്കൻഡ് പോയിന്റ്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാണ്, രാജു ആൻഡ് രാമു. ഇപ്പോൾ രാജുവിൻ്റെ ഹൈറ്റ് ഞാൻ പറയാണ്, രാജുവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 6 feet and 2 inch ആൻഡ് രാമുവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 feet and 8 inches. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാം ദിസ് ഇസ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇഫ് ഐ എം സെയിങ് ദാറ്റ് Raju is tall and Ramu is short, then it is not statistics. അപ്പോൾ അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആവില്ല. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആവണമെങ്കിൽ എന്തായിരിക്കണം, ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ദി കോസസ്. മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ്, ദാറ്റ് ഈസ് ദി തേർഡ് പോയിന്റ്. എന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് നോട്ട് എഫക്റ്റഡ് ബൈ എനി സിംഗിൾ ഫാക്ടർ. ഇറ്റ് ഷുഡ് ബി എഫക്റ്റഡ് ബൈ മെനി ഫാക്ടേഴ്സ്. സിംഗിൾ ഫാക്ടർ ആയിരിക്കരുത്. ഇത് പ്ലൂറൽ സെൻസിലാണ് നമ്മൾ പഠിക്കുന്നത്. സോ സിംഗിൾ ഫാക്ടർ ആയിരിക്കാൻ പാടില്ല, മെനി ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ, ഒരു ഇക്കണോമിക് പ്രോബ്ലം നമ്മൾ അനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഇക്കണോമിക് പ്രോബ്ലമാണ് എന്ത്, പോവേർട്ടി എന്ന് പറയുന്നത് ഒരു ഇക്കണോമിക് പ്രോബ്ലമാണ്. സോ പോവേർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ പല റീസൺസ് ഉണ്ട്. മേ ബി നമ്മൾ പറയണം അവർ ഒത്തിരി പോവേർട്ടി ഉണ്ട് ആ ഒരു ഇക്കോണമിയിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ റീസൺ വോളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് ആയിരിക്കാം. അവരാരും ജോലി ചെയ്യാനായിട്ട് റെഡിയല്ല. വോളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് ഒരു റീസൺ ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ബാക്ക്വേർഡ് ടെക്നോളജി യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. പ്രോപ്പറായിട്ടുള്ള മെത്തേഡ്സ് ഇല്ല, ടെക്നോളജിക്കൽ പ്രോബ്ലം ആയിരിക്കാം. ബാക്ക്വേർഡ് ടെക്നോളജി ആയിരിക്കും അതിൻ്റെ റീസൺ. അങ്ങനെ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലൂറൽ സെൻസിലാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് റീസണബിൾ ആക്യുറസി. ഫോർത്ത് പോയിന്റ് ഇസ് റീസണബിൾ ആക്യുറസി. റീസണബിൾ ആക്യുറസി എന്താണ്? റീസണബിൾ ആക്യുറസി അതായത് ആക്യുറേറ്റ് ആയിരിക്കണം. നമ്മൾ എടുക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആക്യുറേറ്റ് ആയിരിക്കണം. നമ്മൾ വെറുതെ ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ ഇട്ടിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. ആ ഡാറ്റ ആക്യുറേറ്റ് ആയിരിക്കണം, അത്രയേ ഉള്ളൂ അതിൽ. നെക്സ്റ്റ് ഈസ് മ്യൂച്വലി റിലേറ്റഡ് ആൻഡ് കമ്പയറബിൾ. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് മ്യൂച്വലി റിലേറ്റഡ് ആൻഡ് കമ്പയറബിൾ. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയുകയാണ്, എൻ്റെ കയ്യിൽ 400 rupees പോക്കറ്റ് മണി ആയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 400 rupees ഉണ്ട്. ഞാൻ ഒരു ഫാക്റ്റ് പറയാണ്, അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹൈറ്റ് 5.5 feet and 4 inches ആണ്. ഇങ്ങനെ പറഞ്ഞാൽ ഈ രണ്ടും തമ്മിൽ എന്തെങ്കിലും റിലേഷൻസ് ഉണ്ടോ? No, there is no relation between these two economic facts. So this is not statistics. Okay, so it should be mutually related and comparable. Then only we can call it as statistics. Otherwise, it's not statistics. So next characteristics is predetermined objectives. Predetermined objective എന്ന് വെച്ചാൽ, സപ്പോസ് നിങ്ങളൊരു ടീച്ചറാണെന്ന് വിചാരിച്ചോ, ആൻഡ് യു ആർ പ്ലാനിങ് ടു കളക്ട് ദി മാർക്സ് ഓഫ് എ കോളേജ്. ഒരു കോളേജിലെ സ്റ്റുഡൻസിൻ്റെ മാർക്സ് കളക്ട് ചെയ്യാണ്. നിങ്ങൾക്കൊരു എയിം ഉണ്ട്, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. എന്താണ്? ടു നോ ദി ആവറേജ് സ്റ്റുഡൻസ്. ഹൗ മെനി ആവറേജ് സ്റ്റുഡൻസ് ആർ ദർ, ഹൗ മെനി ബെസ്റ്റ് സ്റ്റുഡൻസ് ആർ ദർ, ദെൻ ബിലോ ആവറേജ് സ്റ്റുഡൻസ് എത്രയുണ്ട്. സോ ഇങ്ങനെ ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ എല്ലാ കുട്ടികളുടെയും ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ മാർക്സ് നിങ്ങൾ കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചോ. എന്നിട്ട് നിങ്ങളുടെ ഒരു എയിം എന്ന് വെച്ചാൽ എന്തായിരിക്കണം? ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്തിനായിരിക്കും മാർക്സ് കളക്ട് ചെയ്യുന്നത്? ടു ഗിവ് സ്പെഷ്യൽ അറ്റൻഷൻ ടു ദോസ് ഹൂ നീഡഡ്. അപ്പോൾ അവിടെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. അതിനെയാണെന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ പ്ലൂറൽ സെൻസിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ പ്ലൂറൽ സെൻസ് ആണെന്ന് പറയാൻ അപ്പോഴേ പറ്റുള്ളൂ. സോ അതാണ് 6th പോയിന്റ്. സോ നെക്സ്റ്റ് പോയിന്റ് 7th പോയിന്റ് ഇസ് കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ. സിസ്റ്റമാറ്റിക്
മാനർ. അതാണ് 7th പോയിന്റ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു പ്ലാൻ അവിടെ ഉണ്ടായിരിക്കണം. എ പ്ലാൻ മസ്റ്റ് ബി ദർ. ഒരു പ്ലാൻ ഇല്ലെങ്കിൽ നമുക്കൊരു സിസ്റ്റമാറ്റിക് മാനറിൽ കളക്ട് ചെയ്യാൻ പറ്റില്ല. സപ്പോസ് എഗെയിൻ ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു കോളേജിലെ എല്ലാ കുട്ടികളുടെയും മാർക്സ് കളക്ട് ചെയ്യാണ് വിത്തൗട്ട് കൺസിഡറിങ് ദി ക്ലാസ് വൈസ്. ദെൻ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദാറ്റ്? ക്ലാസ് വൈസ് ഇല്ലാതെ വെറുതെ മാർക്സ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ കാൺ റീച്ച് ടു എൻ കൺക്ലൂഷൻ. ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താൻ പറ്റില്ലല്ലോ. സോ ഒരു സിസ്റ്റമാറ്റിക് പ്ലാനിലായിരിക്കണം. അതായത് ആർട്സ് സ്റ്റുഡൻസിൻ്റെ മാർക്സ് എത്രയാണ് അങ്ങനെ തന്നെ നോക്കണം. അല്ലെങ്കിൽ കോമേഴ്സ് സ്റ്റുഡൻസിൻ്റെ മാർക്സ് എത്രയാണ്, സയൻസ് സ്റ്റുഡൻസിൻ്റെ മാർക്സ് എത്രയാണ്. സോ ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ മാത്രമേ കളക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഒന്നാമത്തെ പോയിൻ്റാണ് ആഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ്. എന്താണെന്നറിയാം? ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ് ആയിരിക്കണം, മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ്, റീസണബിൾ, ആക്യുറസി ഉണ്ടായിരിക്കണം, മ്യൂച്വലി റിലേറ്റഡ് ആൻഡ് കമ്പയറബിൾ ആയിരിക്കണം, പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം, കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ദീസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ പ്ലൂറൽ സെൻസ്. നെക്സ്റ്റ് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലർ നൗൺ എന്താണെന്ന് നോക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ പ്ലൂറൽ സെൻസ് നമ്മുടെ കഴിഞ്ഞു. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലർ നൗൺ. ഇപ്പോൾ 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റാറ്റിസ്റ്റിക്സിന് നമുക്ക് പ്ലൂറൽ നൗണിലും പ്ലൂറൽ സെൻസിലും സ്റ്റാറ്റിസ്റ്റിക് സെൻസിലും നമുക്ക് പഠിക്കാം. പ്ലൂറൽ സെൻസിൽ നമ്മുടെ കഴിഞ്ഞു. ഇനി സിംഗുലർ സെൻസ് എന്താണെന്ന് നോക്കാം. സിംഗുലർ സെൻസിൽ പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ടെക്നിക്സ്. അത് ആ ടേം ശ്രദ്ധിക്കുക. ഇത് ടെക്നിക്സ് ഓർ മെത്തേഡ്സ് ആണ് സിംഗുലർ സെൻസിൽ പറയുന്നത്. ടെക്നിക്സ് ഓർ മെത്തേഡ്സ് ഇതാണ് സിംഗുലർ സെൻസിൽ പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ടെക്നിക്സ് ഓർ മെത്തേഡ്സ് റിലേറ്റിംഗ് ടു വാട്ട്? നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കളക്ഷനിൽ ഒരു ടെക്നിക്സ് വേണം, ഒരു ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യണം. ദെൻ നമ്മളതിനെ അനലൈസ് ചെയ്യണം, അനാലിസിസ്. ദെൻ നമ്മളതിനെ ഇൻ്റർപ്രട്ടേഷൻ, അതിലൊരു ടെക്നിക്ക് നമുക്ക് വേണം. ദെൻ പ്രസൻറ്റേഷൻ, ലാസ്റ്റ് വൺ ഇസ് പ്രസൻറ്റേഷൻ. എൻ്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകത ഈ എല്ലാ ഇതുകൾ നമ്മളൊരു പ്രത്യേക മെത്തേഡിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇറ്റ് റെഫേഴ്സ് ടു ടെക്നിക്സ് ഓർ മെത്തേഡ്സ്. കളക്ഷനിലും അനാലിസിസിലും ഇൻ്റർപ്രട്ടേഷനിലും പ്രസൻറ്റേഷനിലും നമ്മളൊരു ടെക്നിക്ക് യൂസ് ചെയ്യണം. ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കൂടി ആയിരിക്കണം. അതും ആ ടേമും ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കൂടി ആയിരിക്കണം. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചാൽ ന്യൂമറിക്കൽ ഡാറ്റ കൂടി ആയിരിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംഗുലർ സെൻസ് എന്ന് പറയുന്നത്. സിംഗുലർ സെൻസിൽ അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ടെക്നിക്സ് ഓർ മെത്തേഡ്സ് റിലേറ്റിംഗ് ടു കളക്ഷൻ, അനാലിസിസ്, ഇൻ്റർപ്രട്ടേഷൻ, പ്രസൻറ്റേഷൻ ഓഫ് ദി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് സ്റ്റേജസ് ഇൻ സിംഗുലർ സെൻസ്. 5 സ്റ്റേജസ് ആണുള്ളത്. 5 സ്റ്റേജസ് ഇൻ സിംഗുലർ സെൻസ്. ഇതാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ള മറ്റൊരു ടോപ്പിക്. ഇതിൽ 5 സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചു തന്നെയാണ്. കളക്ഷൻ ഓഫ് ഡാറ്റ. ഇതാണ് സ്റ്റേജ്. ഈ ഓരോ സ്റ്റേജിലും നമ്മളൊരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്നാണ് അതിനെ പറയുക. ഈ ടൂള് കളക്ഷൻ ഓഫ് ഡാറ്റയിൽ നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റും. നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഏത് മെത്തേഡിൽ, ഇപ്പോൾ പോപ്പുലേഷൻ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യണം, എന്ത് ചെയ്യാം? നമുക്ക് സെൻസസ് മെത്തേഡ് യൂസ് ചെയ്യാം അല്ലേ? സെൻസസ് മെത്തേഡ്, സാമ്പിൾ ടെക്നിക്ക് മെത്തേഡൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. സാമ്പിൾ എടുക്കാം നമുക്ക്. ഓക്കെ. ഇനി മറ്റൊരു മെത്തേഡാണ്, മറ്റൊരു സ്റ്റേജാണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയാണ്. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. ഈ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു വേയിൽ വേണം ഡാറ്റ ഓർഗനൈസ് ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഒരു കോളേജിലത്തെ ഡാറ്റ മാർക്സ് നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സിസ്റ്റമാറ്റിക് വേയിൽ നമ്മൾ കളക്ട് ചെയ്യണം. അല്ലാതെ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ മൊത്തം കളക്ട് ചെയ്താൽ നമുക്കതിലൊരു കൺക്ലൂഷൻ എത്താൻ പറ്റില്ല. സോ ഓർഗനൈസ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേയിൽ നമുക്കതിനെ ഡാറ്റേനെ സിസ്റ്റമാറ്റിക് വേയിൽ ഓർഗനൈസ് ചെയ്യണം. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് എന്ത്? ടാലി ബാർ എന്ന് പറയുന്നത്. ടാലി ബാർ അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്.
ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതാണ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. പ്രസൻറ്റേഷൻ ഓഫ് ദി ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫോമിലാണ് നമ്മൾ ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്നത്. പല ഫോംസിൽ നമുക്ക് ഡാറ്റ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഗ്രാഫ് മെത്തേഡിൽ, ഡയഗ്രാം മെത്തേഡിൽ, ടേബിൾ. ഇപ്പോൾ മാർക്സ് പല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം അല്ലേ. വേണമെങ്കിൽ നമുക്ക് ഗ്രാഫായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടേബിളായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡയഗ്രാം. മാർക്സ് ഇങ്ങനെയാണ്, സ്കോർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അത് നമുക്ക് എന്തെങ്കിലും ഗ്രാഫ് പോലെയോ ഡയഗ്രാം പോലെയോ ടേബിൾ പോലെയോ എങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ പ്രസൻറ്റ് ചെയ്യാം. അതിനുപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഏതാണെന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഗ്രാഫിക്കൽ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. ഗ്രാഫ്സ് യൂസ് ചെയ്യാം, ടേബിൾ മെത്തേഡ് യൂസ് ചെയ്യാം. അങ്ങനെ പല മെത്തേഡ്സിൽ നമുക്ക് ഡാറ്റ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ദി തേർഡ് സ്റ്റേജ്. നെക്സ്റ്റ് ഈ സ്റ്റേജസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കണം. ഫോർത്ത് സ്റ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അനലൈസ് ചെയ്യണം. എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. അനലൈസ് ചെയ്യണം. അനാലിസിസ് ഓഫ് ഡാറ്റ. അനലൈസ് ചെയ്യുന്നത് എന്തിനാ? എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുക? ഏതെങ്കിലും ആവറേജ് മെത്തേഡിൽ ഇതിൻ്റെ ആവറേജ് ഇത്രയാണെന്ന് പറഞ്ഞാൽ അതൊരു അനാലിസിസ് ആയി. ഓക്കെ, സോ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്നതാണ് ഒന്നെങ്കിൽ പെർസെൻറ്റേജ് മെത്തേഡിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആവറേജ് കണ്ടിട്ട് നമുക്കതിനെ അനലൈസ് ചെയ്യാം. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ എന്ന് നമുക്ക് പറയാം. ഇനി ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ലാസ്റ്റ് സ്റ്റേജാണ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. അതാണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. എന്തിനാ? കൺക്ലൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി, ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഡാറ്റേനെ. അതിന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് ഇത്. നേരത്തെ പറഞ്ഞതുപോലെ പെർസെൻറ്റേജ് മെത്തേഡിലൂടെ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താം, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാം, ഡിഫറെൻറ്റ് എക്കണോമിക് വേരിയബിൾസിനെ കമ്പയർ ചെയ്യാം. ഇതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിലും നമുക്ക് ഓരോ ടൂൾ യൂസ് ചെയ്യാറുണ്ട്. സോ 5 സ്റ്റേജസ് ഇൻ സിംഗുലർ സെൻസും അതിൻ്റെ സ്റ്റേജസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കണം. സ്പെഷ്യൽ ഒരു ഇത് കൊടുത്ത് നമ്മൾ രണ്ടും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി ഇതിൻ്റെ ബാക്കി പോർഷൻസ് ഉണ്ട്. സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, സബ്ജക്റ്റ് മാറ്റർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇമ്പോർട്ടൻസ്, ലിമിറ്റേഷൻസ്. അത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ഇടാം. പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാനൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടി ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം. നിങ്ങൾക്കത് ഈ ഭാഗം മനസ്സിലായെന്ന് എനിക്കൊരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങളതൊന്ന് ആൻസർ ചെയ്ത് പറ്റുമെങ്കിൽ ആ കമൻറ്റ് ബോക്സിലൊന്ന് ഇടുകയാണെങ്കിൽ ഒത്തിരി നന്നായിരിക്കും. താങ്ക് യു. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യത്തെ പാർട്ട് 1, പാർട്ട് 2 വീഡിയോസ് ഒന്നുകൂടി നമ്മൾ പഠിച്ച് വരികയാണെങ്കിൽ ലാസ്റ്റ് ഞാൻ കുറച്ചും കൂടിയും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഓക്കെ, താങ്ക് യു.